വളരെ കുറഞ്ഞ സ്ഥലമുള്ള ആളുകൾക്ക് പോലും വല്ല മുറ്റത്തോ പറമ്പിൻ്റെ ഏതെങ്കിലും സൈഡിലൊക്കെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളിൽ ഇനി അതല്ല ചട്ടിയിലോ ഡ്രമ്മിലോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ഈ പറയുന്ന 4 സീസൺ ലോങ്ങൻ്റെ. 4 സീസൺ ലോങ്ങൻ്റെ ഒരു തൈ വെച്ചാൽ തന്നെ നമുക്ക് വർഷത്തിൽ 1-2 തവണ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഫ്രൂട്ട് ലഭിക്കും. പിന്നെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ചെസ്റ്റിൻ്റെ ഹൈറ്റേ ഉള്ളൂ. ഈ ഒരു പ്ലാന്റിൽ ഏകദേശം ആകെയുള്ളത് 3 ബ്രാഞ്ചാണ്. ഈ 3 ബ്രാഞ്ചിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ ഒരു പ്ലാന്റിന് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്രൂട്ട്സ് ഉണ്ടായിട്ടുണ്ട്. ഇതുണ്ടാവാൻ നമ്മൾ യാതൊരു രീതിയിലുള്ള രാസവസ്തുക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽ ട്രീറ്റ്മെൻറ്റോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മളെ വീട്ടിലുണ്ടാവുന്ന ചാണകപ്പൊടി അത് ജസ്റ്റ് ഒരു 3 മാസം കൂടുമ്പോൾ അതിന് താഴെട്ട് കൊടുക്കുക, വേനൽക്കാലത്ത് നനച്ചു കൊടുക്കുക. അത് മാത്രം ചെയ്താൽ തന്നെ നമുക്ക് ഈ രീതിയിൽ ഈ ഒരു പ്ലാന്റിൽ നിന്ന് നമുക്ക് ഫ്രൂട്ട്സ് ലഭിക്കും. ഇനിയിപ്പോൾ ഇത് ഫ്രൂട്ട് പാകമായി കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഈ ഭാഗത്ത് വെച്ചിട്ടാണ് കട്ട് ചെയ്യുക. ഈ ഭാഗത്ത് കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് 2-3 ബ്രാഞ്ച് ഇനിയും പൊന്തും. അങ്ങനെ ഉണ്ടാവുന്ന ബ്രാഞ്ചുകളിലൊക്കെ ഫ്രൂട്ട് ഉണ്ടാവും. ആകെ പ്ലാന്റിനുള്ളത് ആകെ 3 ബ്രാഞ്ചാണ്. ഈ 3 ബ്രാഞ്ചിലും കണ്ട ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. ഇതേ രീതിയിൽ നമുക്ക് അടുത്ത വർഷമാകുമ്പോൾ ഈ പ്ലാന്റിൽ ഇപ്പം ഉണ്ടായിട്ടുള്ളതിൻ്റെ ഇരട്ടി ഫ്രൂട്ടാണ് അടുത്ത വർഷം ഉണ്ടാവുക. എന്നിരുന്നാൽ പോലും ഈ പ്ലാന്റ് വലിയൊരു പ്ലാന്റായിട്ട് ഉയർന്നു പോകുന്നുമില്ല. അപ്പോൾ വളരെ കുറഞ്ഞ സ്ഥലമുള്ള ആളുകൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റാണ് ഈ പറയുന്ന ലോങ്ങൻ എന്ന് പറയുന്നത്. ലോങ്ങനിലെ ഈ ഒരു വെറൈറ്റി ഇതുപോലെ തന്നെയാണ് നമ്മളെ വൈറ്റ് ലോങ്ങനാണെങ്കിലും റൂബി ലോങ്ങനാണെങ്കിലും ഒക്കെ ഇതേ രീതി തന്നെയാണുള്ളത്. ഇപ്പോൾ എൻ്റെ തൊട്ട് മുമ്പിൽ നിൽക്കുന്നത് ഒരു പിങ്ക് പോങ് എന്ന് പറയുന്ന ലോങ്ങൻ വെറൈറ്റിയാണ്. ഇത് അത്യാവശ്യം ബ്രാഞ്ചൊക്കെ ആയിട്ട് പരന്നിട്ടുണ്ട്. എല്ലാ ബ്രാഞ്ചിലും ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ ഫ്രൂട്ട് ഉണ്ടായിട്ട് കഴിച്ച് കഴിഞ്ഞതാണ്. ഇതിലൊക്കെ ഈ ഒരു ബ്രാഞ്ചിലൊക്കെ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ധാരാളം ഫ്രൂട്ട്സ് കിട്ടുന്ന ഒരു ഇനമാണ് പറയുന്ന ലോങ്ങൻ എന്ന് പറയുന്ന വെറൈറ്റി. അതിലെ ഒരു വെറൈറ്റിയാണ് 4 സീസൺ ലോങ്ങൻ എന്ന് പറയുന്ന ഈ കാണുന്ന വെറൈറ്റി. ധാരാളം ഫ്രൂട്ട്സ് ഉണ്ടാവുന്ന, എന്നാൽ നമ്മൾ പ്രത്യേകിച്ച് യാതൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് ധാരാളം ഫ്രൂട്ട് തരുന്ന ഈ ഒരു വെറൈറ്റിയാണ് 4 സീസൺ. ഫ്രൂട്ട് പ്ലാന്റ്സുകൾ വെക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വെറൈറ്റിയാണിത്. ഇനി ആർക്കെങ്കിലും തൈകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ ഞാൻ ഇതിൻ്റെ ഗ്രാഫ്റ്റഡ് വെറൈറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആർക്കെങ്കിലുമൊക്കെ തൈകൾ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ ഞാൻ നിങ്ങൾ അഡ്രസ്സിൽ അയച്ചു തരും. കൊറിയർ അഡ്രസ്സിൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ഒരടി വലുപ്പമുള്ള പ്ലാന്റാണ്. 1 വർഷം കൊണ്ട് തന്നെ ഇതേ രീതിയിൽ പൂവിട്ട് കായ്ക്കാൻ തുടങ്ങുന്ന ഇനമാണ് ഈ ഒരു ഇനം. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് വെക്കാൻ പറ്റും. ഒരുപാട് ആളുകൾ ലോങ്ങനൊക്കെ നഴ്സറികളിൽ പോയിട്ടും മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വഞ്ചിക്കപ്പെട്ട് പോരും. കായ്ക്കാൻ പ്രയാസമുള്ളതും അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കെമിക്കൽ ട്രീറ്റ്മെൻറ്റൊക്കെ ആവശ്യമുള്ള ഇനം ലോങ്ങനുകളൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചാൽ ഒരു പക്ഷേ സാധാരണക്കാർക്കൊക്കെ പ്രയാസമായിരിക്കും അത് വെക്കാനും അത് പരിചരിക്കാനൊക്കെ. ഇതാകുമ്പോൾ നമ്മളൊന്നും അറിയണ്ട. വർഷത്തിൽ 1-2 തവണ നമുക്ക് ഇതേ രീതിയിൽ ഫ്രൂട്ട്സുകൾ കിട്ടുന്ന, നമ്മളെ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഇനം ലോങ്ങൻ തന്നെ നമുക്ക് നമ്മളെ വീടുകളിൽ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള ഒരു ഗുണം. പല വീഡിയോകളിൽ പറഞ്ഞ പോലെ നമുക്ക് വെക്കാവുന്ന, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് ഈ പറയുന്ന 4 സീസൺ ലോങ്ങൻ. വലിയ മോശമില്ലാത്ത തരത്തിൽ കായ്പിടുത്തല്ല, എന്നാലും നമുക്കൊന്നും പ്രത്യേകിച്ച് യാതൊന്നും ചെയ്യേണ്ടതില്ല. വെറുതെ കൊണ്ട് നട്ടാൽ മതി. എന്തെങ്കിലും വളങ്ങൾ കൊടുക്കുക. ഒരു 2-3 മാസം കൂടുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ജൈവ വളങ്ങൾ മാത്രം കൊടുത്താൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ കാപ്പിടുത്തം കിട്ടുന്ന ഒരു ഇനമാണ് 4 സീസൺ വെറൈറ്റി എന്ന് പറയുന്നത്. ഗ്രാഫ്റ്റഡ് തൈകളാണ് നമ്മൾ വെക്കുക. വളരെ ചെറിയ തൈകൾ വെച്ചാൽ പോലും 1 വർഷം കൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് ഫ്ലവറിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. വലിയ പ്ലാന്റ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലമാണ് നമ്മൾ വെക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. അത്യാവശ്യം നേർവാർച്ചയുള്ള മണ്ണും വേണം. ആ രീതിയിൽ നമുക്ക് വ്യാപകമായി കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഇനം തന്നെയാണ് 4 സീസൺ വെറൈറ്റി. ലോങ്ങൻ വെറൈറ്റികൾ ധാരാളം ഉണ്ട്. ഒരുപാട് നമ്മളെ കയ്യിൽ തന്നെ സ്റ്റോക്ക് ഉണ്ട്. 4 സീസൺ ലോങ്ങൻ്റെ ലീഫ് ഇങ്ങനെ കാണാം. ഇതേ രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ തൈകൾ ആവശ്യമുള്ള ആൾക്കാർക്ക് കോൺടാക്റ്റ് ചെയ്യാം. നമ്പർ കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും. ഈ 4 സീസൺ ലോങ്ങൻ്റെ ഗ്രാഫ്റ്റഡ് തൈകൾ അവൈലബിൾ ആണ്.
ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് കൊടുക്കുന്നത്. അപ്പോൾ കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ.